നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ന്യൂസ് തിയേറ്ററിലേക്ക്. ന്യൂസ് തിയേറ്റർ ഇന്നും പരിശോധിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ തന്നെയാണ്. സംസ്ഥാനം വിപുലമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ആഘോഷം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ വലിയ വോട്ടിംഗ് ശതമാനത്തിലേക്കും നമുക്ക് എത്താൻ കഴിഞ്ഞു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. വലിയ പോരാട്ടം മറ്റ് പല തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വിഭിന്നമായി ഇത്തവണ നടന്നു എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പോരാട്ടം പൂർത്തിയാകുമ്പോൾ, ഇത്ര വലിയ ഒരു വോട്ടിംഗ് ശതമാനത്തിലേക്ക് നമ്മൾ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും എത്തുമ്പോൾ അതിൻ്റെ ആനുകൂല്യം ആർക്കുള്ളതാണ് എന്നതാണ് എല്ലാ മുന്നണികളും ആഴത്തിൽ പരിശോധിക്കുന്ന ഒരു കാര്യം. എല്ലാവരും വലിയ വിജയം അവകാശപ്പെടുകയും ചെയ്യുന്നു. വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് എങ്ങനെയൊക്കെയാണ് പ്രതിഫലിച്ചത്, അത് ഏതൊക്കെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് പരിശോധിക്കുകയാണ് ഇന്ന് ന്യൂസ് തിയേറ്റർ. എല്ലാ മണ്ഡലങ്ങളിലുമല്ല, പക്ഷേ അതിപ്രധാനമായ മത്സരങ്ങൾ നടന്ന, ഒരുപക്ഷെ കേരളം വളരെ ആകാംക്ഷയോടെയും കൗതുകത്തോടെയും ഫലങ്ങൾ കാത്തിരിക്കുന്ന മണ്ഡലങ്ങളുണ്ടല്ലോ, അത്തരം ചില മണ്ഡലങ്ങളിലേക്കാണ് നമ്മുടെ പോക്ക്. അവിടെ എങ്ങനെയാണ് ലോക്സഭയിൽ കഴിഞ്ഞ തവണയും ഇത്തവണയും ഉണ്ടായിട്ടുള്ള വോട്ടിംഗ് പാറ്റേണിലുണ്ടായ അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായിട്ടുള്ള മാറ്റം, വർധന അല്ലെങ്കിൽ കുറവ്, അപ്പം ഉള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്തുമാത്രം കുറവും കൂടുതലും ഉണ്ടായിട്ടുണ്ട് എന്നതുകൂടി പരിശോധിക്കുകയാണ്. അപ്പോൾ ഒരു തരംഗം അടിത്തട്ടിൽ ആണ്ടുകിടപ്പുണ്ടോ എന്നതിൻ്റെ പരിശോധനയാണ് ഇന്ന് ന്യൂസ് തിയേറ്റർ നടത്തുന്നത്. അപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യം പോകാൻ തോന്നുന്നത് മലബാറിൽ തന്നെയുള്ള വടകര ലോക്സഭാ മണ്ഡലത്തിലേക്കാണ്. വടകരയിൽ എന്തുമാത്രം പോളിംഗ് ഇത്തവണ ഉണ്ടായി എന്ന് പരിശോധിച്ചാൽ അത് 2014 81.56% വടകരയിലെ പോളിംഗ് എങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി നൽകുന്ന കണക്ക് പ്രകാരം 82.48% വടകര ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് എന്ന് കാണാം. അവിടുത്തെ പ്രധാനപ്പെട്ട മത്സരാർത്ഥികൾ നമുക്കറിയാം. പി ജയരാജൻ ഇടതുപക്ഷത്തിന് വേണ്ടി LDFന് വേണ്ടി മത്സരിച്ചു. കെ മുരളീധരനാണ് UDFന് വേണ്ടി മത്സരിച്ചത്. VK സജീവൻ NDAയുടെ സ്ഥാനാർത്ഥിയുമായിരുന്നു. LDFും UDFും തമ്മിൽ വലിയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലൊന്ന് എന്ന് വിചാരിക്കാവുന്ന ഒന്നാണ്. LDFും UDFും ഒരേപോലെ വിജയപ്രതീക്ഷ ഈ നിമിഷത്തിലും വെച്ചു പുലർത്തുന്ന മണ്ഡലം കൂടിയാണ് വടകര. അപ്പോൾ വടകരയിലുണ്ടായിട്ടുള്ള വോട്ട് വർധനയുടെ കുറച്ചുകൂടി സൂക്ഷ്മമായ തലമാണ് ഇനി പരിശോധിക്കേണ്ടത്. എങ്ങനെയാണ് അവിടെ ഓരോ മണ്ഡലങ്ങളിലും വോട്ട് വർധന ഉണ്ടായതെന്ന്, ആ നിലയ്ക്ക് കോൺഫിഡൻസ് എങ്ങനെയാണ് മറ്റു മുന്നണികളുടേത് എന്നാണ്. നമുക്ക് നിയമസഭാ മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് വോട്ട് വർധന ഉണ്ടായത് എന്ന് പരിശോധിക്കാം. നിയമസഭാ മണ്ഡലങ്ങളിലെ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ നോക്കൂ, ഇപ്പോൾ ഈ കാണുന്ന പോലെ വടകരയിലുള്ളത് തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ 80.33% തലശ്ശേരിയിൽ ഇത്തവണ ഉണ്ടായിട്ടുള്ള പോളിംഗ് ശതമാനം. കഴിഞ്ഞ തവണത്തെ കണക്കെടുത്താൽ തലശ്ശേരിയിലേത് പോളിംഗ് ശതമാനം എന്നത് 79.43 അത് 80.33 എന്ന നിലയിലേക്ക് തലശ്ശേരിയിലെ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. കൂത്തുപറമ്പ് എടുക്കാം. കൂത്തുപറമ്പിൽ 81.44% വോട്ട്. തലശ്ശേരിയും കൂത്തുപറമ്പും വിജയിക്കാൻ ഏറ്റവും വലിയ പങ്കാളിത്തം LDFന് വന്ന് നിർവഹിച്ചു കൊടുക്കുമെന്ന് അവർ വിചാരിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. അവിടെ കൂത്തുപറമ്പിൽ 81.44 അവർക്ക് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള പോളിംഗ് ശതമാനം എന്ന് കാണാം. കൂത്തുപറമ്പിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 81.08%. വലിയ ഒരു വർധന കൂത്തുപറമ്പിൽ ഉണ്ടായിട്ടില്ല എന്ന് ശ്രദ്ധിക്കണം. LDF വലിയ തോതിൽ ഫോക്കസ് ചെയ്ത മണ്ഡലങ്ങളൊന്നായിരുന്നു. അവിടെ പക്ഷേ തലശ്ശേരി എടുത്താലും കൂത്തുപറമ്പ് എടുത്താലും വലിയ ഒരു വർധന അവിടെ ഉണ്ടായിട്ടില്ല എന്നത് ആർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. പിന്നെയുള്ളത് വടകരയാണ്. 83.202% വടകരയിലെ ആകെ പോളിംഗ് ശതമാനം ഈ വർഷം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി നൽകുന്ന കണക്കാണ്. പക്ഷേ വടകരയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ളത് 81.54 81.54 എന്നത് 83.02% എന്നതിലേക്ക് വളർന്നിട്ടുണ്ട്. വടകര LDFന് CPIMന് അമിത പ്രതീക്ഷ നൽകുന്ന സ്ഥലങ്ങളിലൊന്നല്ല. അവിടെയാണ് RMP ഉള്ളത് എന്നതുകൂടി ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ മറ്റെല്ലാ കക്ഷികളും കേന്ദ്രീകരിച്ച സ്ഥലം കൂടിയായിരുന്നു. അതുകൊണ്ട് വടകരയിലെ വർധന ആർക്കനുഗുണമാം വിധം പ്രവർത്തിക്കുമെന്നത് പരിശോധിക്കണം. കുറ്റ്യാടി 84.14 എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട്. കുറ്റ്യാടിയിൽ പക്ഷേ കഴിഞ്ഞ തവണ 85.48 ഉണ്ടായിരുന്നു. അപ്പോൾ ഉയർന്നെന്ന് പറയാൻ കഴിയില്ല. വേണ്ട 1% താഴ്ചയാണ് കുറ്റ്യാടിയിൽ നമുക്ക് വടകരയിലെ പോളിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. പിന്നെയുള്ളത് നോക്കിയാൽ നാദാപുരമാണ്. നാദാപുരത്ത് 82.71% ആളുകൾ വോട്ട് ചെയ്തുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്ക്. നാദാപുരം കഴിഞ്ഞ തവണ 80.77 ആയിരുന്നു. നാദാപുരത്ത് ഇത്തവണ അത് 2% ഉയർന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. പിന്നെയുള്ളത് കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടിയിൽ 81% ആളുകൾ വോട്ട് ചെയ്തുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. കൊയിലാണ്ടിയുടെ കഴിഞ്ഞ തവണത്തെ കണക്ക് 81.53 അപ്പോൾ 0.53% കുറഞ്ഞിരിക്കുന്നു എന്ന് കാണാം കൊയിലാണ്ടിയിലെ വോട്ടിംഗ് ശതമാനം. പേരാമ്പ്ര
84.58 ഇത്തവണ പോൾ ചെയ്ത വോട്ടുകളുടെ ശതമാന കണക്ക്. അത് കഴിഞ്ഞ തവണ 81.53 ആയിരുന്നു. അപ്പോൾ ഏതാണ്ടൊരു 3% വർധന പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാം. അപ്പോൾ ഇതാണ് വടകരയിലെ കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ ഓരോ മുന്നണികൾക്കും അവർക്ക് വിജയിക്കാൻ തക്കവണ്ണമുള്ള സഹായം ചെയ്തു തരുമെന്ന് വിചാരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളുണ്ടല്ലോ, ഫോക്കസ് ചെയ്ത മണ്ഡലങ്ങൾ, അവിടെ എന്തുമാത്രം ഏറ്റക്കുറച്ചിലും വർധനയും അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്ക് PL കിരൺ നമ്മോടൊപ്പം വടകരയുടെ ഇത്രയും നാളത്തെ പ്രചാരണവും ഒപ്പം തന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് രംഗവും റിപ്പോർട്ട് ചെയ്തത് കിരണാണ്. കിരൺ തത്സമയം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കിരൺ, വടകരയിൽ നോക്കൂ, തലശ്ശേരിയും കൂത്തുപറമ്പും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു ശ്രദ്ധേയമായ വർധന കൊണ്ടുവരാൻ, ഒരു പോളിംഗ് ശതമാനത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം വടകരയിലൊക്കെ ശ്രദ്ധേയമായ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്, പേരാമ്പ്രയിൽ ശ്രദ്ധേയമായ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ഇത് ഏത് ക്യാമ്പിന് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സൂചനയായി കാണണം? നിഷാദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വടകര മണ്ഡലത്തിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, വടകരയിൽ കഴിഞ്ഞ തവണയും UDF ലീഡെടുത്തൊരു മണ്ഡലമാണ്. മാത്രമല്ല, നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ RMPക്ക് ഒരു സ്വാധീനമുള്ള മണ്ഡലം. അവർക്ക് ഈ മണ്ഡലത്തിൽ, വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു നിയമസഭാ മണ്ഡലം അത് ഒഞ്ചിയും ഓർക്കാട്ടേരിയും ഒക്കെ ഉൾപ്പെടുന്ന ഈ വടകര മണ്ഡലമാണ്. അതുകൊണ്ട് ആ ഒരു തരത്തിൽ വലിയ തോതിലുള്ള പ്രവർത്തനം അത് UDFന്റെ ഭാഗത്തുനിന്ന്, ഒരു പക്ഷേ സംഘടനാപരമായി നോക്കുമ്പോൾ കോൺഗ്രസ് ഒരു ഒട്ടേറെ ദൗർബല്യമുള്ള ഒരു മണ്ഡലമാണ് വടകര. പക്ഷേ ഈ UDF എന്നുള്ള സംവിധാനത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ RMPയുടെ ഒരു പിന്തുണ അത് വലിയ തോതിൽ UDFന് ഒരു ഊർജം പകർന്നിരുന്നു. അത്തരത്തിൽ ഉള്ള കാര്യങ്ങളിൽ ഈ ഒരു പോളിംഗ് നടക്കുമ്പോൾ, ഇത്രയധികം പോളിംഗ് നടക്കുമ്പോൾ ഒരുപക്ഷെ UDFന്റെ ക്യാമ്പ് കണക്കൂട്ടുന്നത് അതിൽ ഒരു വലിയ തോതിൽ അവർക്ക് നേട്ടമുണ്ടാകുന്നുള്ള കാര്യമാണ് UDF കണക്കൂട്ടുന്നത്. പക്ഷേ ഇടതുമുന്നണി ഒരു പക്ഷേ പറയുന്നത് LJD ഒരു സാധനം, കാരണം LJDക്ക് ഇവിടെ വളരെയധികം സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് വടകര മണ്ഡലം. വടകരയിൽ കഴിഞ്ഞ തവണ LJDയും അതുപോലെ തന്നെ ജനതാദൾ എസും തമ്മിൽ നേരിട്ട് മത്സരം നടന്ന നിയമസഭാ മണ്ഡലമാണ് വടകര. അത്തരത്തിൽ LJDക്ക് ഏറെ സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ LJDയുടെ കൂടി വോട്ട് അത് കൂടുതൽ പോൾ ചെയ്യിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വടകര മണ്ഡലത്തിലെ ഈ ഉയർച്ച അത് LDFന് അനുകൂലമാകുമെന്നുള്ള ഒരു കാര്യമാണ് ഏതായാലും LDFും കണക്കൂട്ടുന്നത്. മറ്റൊരു കാര്യം, പേരാമ്പ്ര മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ തവണ മന്ത്രി TP രാമകൃഷ്ണൻ വിജയിച്ചു കയറിയ മണ്ഡലമാണ് പേരാമ്പ്ര നിയമസഭാ മണ്ഡലം. ആ മണ്ഡലത്തിൽ 4000-ഓളം വോട്ടുകളാണ് UDFന് കഴിഞ്ഞ തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4000-ഓളം വോട്ടുകൾക്കാണ് LDF, ഒരു പക്ഷേ 4000 വോട്ടുകൾക്കാണ് LDF ജയിച്ചു കയറിയത്. വലിയ ഭൂരിപക്ഷം നേരത്തെ LDFന് ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലും നേരിയ തോതിലെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് UDF കണക്കുകൂടുന്നത് UDFന്റെ അക്കൗണ്ടിലേക്ക് പോകും എന്നുള്ള കാര്യമാണ്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഈ CPM വളരെയധികം ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച 2 മണ്ഡലങ്ങൾ, ഒന്ന് തലശ്ശേരിയും അതുപോലെ തന്നെ കൂത്തുപറമ്പുമാണ്. കാരണം ഈ കഴിഞ്ഞ തവണയും, അതായത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ച 2 തവണയും ഈ തലശ്ശേരിയിലും കൂത്തുപറമ്പിലുമായിരുന്നു LDFന് ലീഡെടുക്കാൻ സാധിച്ച മണ്ഡലം. പക്ഷേ കോഴിക്കോട് ജില്ലയിൽപ്പെടുന്ന ബാക്കി 5 മണ്ഡലങ്ങൾ, അതായത് നാദാപുരം, കുറ്റ്യാടി, വടകര, കൊയിലാണ്ടി, ഈ മണ്ഡലം പേരാമ്പ്ര, ഈ മണ്ഡലങ്ങളിലൊന്നും തന്നെ LDFന് വോട്ട് ലീഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ മറികടക്കാൻ സാധിക്കുന്ന ഈ 5 മണ്ഡലങ്ങളിൽ UDF എത്രത്തോളം വോട്ട് നേടുന്നു, അതിനെ മറികടക്കാൻ തക്ക വിധത്തിലുള്ള ഭൂരിപക്ഷം LDFന് ഈ തലശ്ശേരിയിലും അതുപോലെ തന്നെ കൂത്തുപറമ്പിൽ നേടുന്നുണ്ട്. പരമാവധി 60,000 അല്ലെങ്കിൽ 55,000 മുതൽ 60,000 വോട്ട് വരെ ഈ 2 മണ്ഡലങ്ങളിൽ നിന്നും അവർക്ക് നേടാൻ സാധിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു ക്യാമ്പയിനിങ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ അവർ നടത്തിയിരുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു വോട്ടിംഗ് പെർസെന്റേജിൽ ഈ ഒരു വലിയ ശതമാനത്തിന്റെ വർധനവ് നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം തലശ്ശേരിയിൽ കഴിഞ്ഞ തവണയിൽ നിന്നും ഏതാണ്ട് 1% താഴെ മാത്രമേ വർധനവ് കാണാൻ സാധിക്കുന്നുള്ളൂ. കൂത്തുപറമ്പിലും ഏതാണ്ട് സമാന സ്ഥിതി തന്നെയാണ് ഈ തവണ ഉണ്ടായിരിക്കുന്നത്. അതായത് വലിയ വർധനവ് ഒരു പക്ഷേ വടകരയിലും കൂത്തുപറമ്പിലും വോട്ടിംഗ് പെർസെന്റിൽ കാണാൻ സാധിക്കുന്നില്ല. ഇത് UDFന് നേരിയൊരു ആശ്വാസം പകരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. കാരണം അവിടെ ഒരു കാരണവശാലും UDFന് ലീഡെടുക്കാൻ സാധിക്കില്ല എന്ന് അവർ സമ്മതിക്കുന്നതാണ്, പരസ്യമായി പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. തലശ്ശേരിയിലും അതുപോലെ തന്നെ ഈ കൂത്തുപറമ്പ് ലീഡെടുക്കാൻ സാധിക്കില്ല. പിന്നെ വരുന്ന മണ്ഡലങ്ങൾ നാദാപുരം അതുപോലെ തന്നെ കുറ്റ്യാടിയാണ്. നാദാപുരത്ത് ഏതാണ്ട് 2% വോട്ടിന്റെ വർധനവ് ഉണ്ടായ ഒരു മണ്ഡലമാണ് നാദാപുരം. കഴിഞ്ഞ തവണ CPI നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI വിജയിച്ച മണ്ഡലമാണ്. EK വിജയൻ അവിടുത്തെ MLA
വെള്ളാപ്പള്ളിയാണ്. ആ മണ്ഡലത്തിൽ പ്രവീൺ കുമാർ ആയിരുന്നു, കോൺഗ്രസ് നേതാവ് കെ പ്രവീൺ കുമാർ 4000-ലധികം വോട്ടിന് തോറ്റ ഒരു മണ്ഡലമാണ്. പക്ഷേ അവിടെ ന്യൂനപക്ഷങ്ങൾ, അതായത് കുറ്റ്യാടിയിലും നാദാപുരത്തും ന്യൂനപക്ഷങ്ങൾ വളരെയധികം ഉള്ള ഒരു മണ്ഡലമാണ് ഈ കുറ്റ്യാടി നാദാപുരം മണ്ഡലങ്ങളിൽ. ഇതിൽ കുറ്റ്യാടി മാത്രമാണ്, നിലവിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കുറ്റ്യാടിയിൽ മാത്രമാണ് UDFന്റെ സീറ്റായി UDFന്റെ MLA പാറക്കൽ അബ്ദുള്ള ഉള്ള ഒരേ ഒരു മണ്ഡലം, അല്ലെങ്കിൽ UDFന്റെ ഒരു MLA ഉള്ള മണ്ഡലം കുറ്റ്യാടിയാണ്. അപ്പോൾ ഈ കുറ്റ്യാടിയിലെ നാദാപുരത്തും എത്രത്തോളം വോട്ടിംഗ് പെർസെന്റേജ് വർദ്ധിക്കുന്നു അത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നായിരുന്നു UDF കണക്കൂട്ടിയത്. അതിൽ നാദാപുരത്ത് കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നു, അത് ഏതായാലും തങ്ങൾക്ക് ഗുണമാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് UDF ഉള്ളത്. ഒപ്പം കുറ്റ്യാടിയിലെ വോട്ടിംഗ് പെർസെന്റ് പക്ഷേ അത്രത്തോളം ഉയർത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത് LDF കേന്ദ്രങ്ങൾക്ക് ഒരു ആശ്വാസം ആവുന്നുണ്ട്. കാരണം അവിടെ വലിയ തോതിലുള്ളൊരു വർധനവ് വോട്ടിംഗ് പെർസെന്റിൽ വന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ കുറയുകയാണ് കുറ്റ്യാടിയിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ കൊയിലാണ്ടിയിലും വലിയ തോതിലുള്ളൊരു വർധന ഉണ്ടായില്ല, പകരം കൊയിലാണ്ടിയിൽ കുറയുന്നു. വോട്ടിംഗ് പെർസെന്റേജ് 81.53 നിന്നും 81 കുറയുന്ന ഒരു പക്ഷേ കണക്കുകൾ വ്യത്യാസപ്പെട്ടേക്കാം, പക്ഷേ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൊയിലാണ്ടിയിലും കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് അത്യാവശ്യം സംഘടനാ സംവിധാനമുള്ള ഒരു മണ്ഡലമായിരുന്നു. പ്രത്യേകിച്ചും പഴയ കരുണാകരന്റെ കാലത്തൊക്കെ I ഗ്രൂപ്പിന് വളരെ ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലമാണ് കൊയിലാണ്ടി. ആ മണ്ഡലത്തിലും വലിയ തോതിൽ വോട്ടിംഗ് പെർസെന്റേജ് ഉയർത്താൻ സാധിച്ചിട്ടില്ല എന്നത് LDF ക്യാമ്പിന് വലിയ ആശ്വാസം പകരുന്ന ഒരു വസ്തുതയാണ്. പക്ഷേ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പേരാമ്പ്ര അതുപോലെ തന്നെ നാദാപുരം മണ്ഡലങ്ങളിൽ കൂടുതൽ വോട്ടിംഗ് നടന്നിരിക്കുന്നു. ഒപ്പം വടകരയിൽ നടന്നിരിക്കുന്നു. വടകരയിൽ ഏതാണ്ട് 2% മുകളിൽ വർധനവ് വോട്ടിംഗ് പെർസെന്റേജിൽ ഉണ്ടായിട്ടുണ്ട്. ഈ 3 ഘടകങ്ങൾ UDFന് വലിയ ആശ്വാസം പകരുന്നുണ്ട്. മറ്റൊന്ന് ഈ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ നാദാപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ വോട്ടിംഗ് പെർസെന്റേജ് കടന്നത് അല്ലെങ്കിൽ കൂടിയത് അത് UDF ക്യാമ്പിന് ഒരു ആശ്വാസകരമാണ്. കാരണം അവരുടെ ക്യാമ്പയിനുകൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണമായിരുന്നു. കാരണം ഈ P ജയരാജനെ ഇവിടെ നിർത്തിയത് മുതൽ വലിയ തോതിൽ ആദ്യ സമയത്ത് UDF വളരെയധികം പിന്നാക്കം പോയിരുന്നു. പക്ഷേ K മുരളീധരന്റെ വരവോട് കൂടി അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്ന ആ ഒറ്റ പോയിന്റിലേക്ക് അതിൽ മാത്രമായിരുന്നു UDF ആദ്യം മുതൽ ശ്രദ്ധിച്ചിരുന്നത്. പ്രത്യേകിച്ചും ഈ അരിയിൽ ഷുക്കൂർ വധം, അതുപോലെ തന്നെ ഷുഹൈബ് വധം, മട്ടന്നൂർ ഷുഹൈബ് വധം അടക്കം, അവസാനം നടന്ന കൃപേഷിന്റെ ശരത്ലാലിന്റെ വധം അടക്കം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ ഷുക്കൂറിന്റെയും അതുപോലെ തന്നെ ഷുഹൈബിന്റെയും കാര്യങ്ങളൊക്കെ വളരെയധികം ടാർഗറ്റ് ചെയ്ത് കുടുംബ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഒരൊറ്റ ക്യാമ്പയിനിലൂടെയാണ്, അതായത് മറ്റൊരു കാര്യവും, കാരണം മുല്ലപ്പള്ളി കഴിഞ്ഞ 10 തവണയായി വടകര മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ച MP ആണ്. അദ്ദേഹം ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു UPയുടെ കാലത്ത്. ഈ കാര്യങ്ങളിലൊന്നും അദ്ദേഹം നടത്തിയ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് ദേശീയ തലത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ, അതുപോലെ BJPയുടെ വിഷയം, സംഘടന അല്ലെങ്കിൽ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊന്നും ഉയർത്തി കാണിച്ചുകൊണ്ടൊരു പ്രചാരണം ഒരിക്കൽ പോലും ഈ കഴിഞ്ഞ ഈ ആഴ്ചകളോളം UDF നടത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവർ മൊത്തം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഈ P ജയരാജൻ എന്ന് പറയുന്ന ഇടത് സ്ഥാനാർത്ഥിയുടെ അദ്ദേഹത്തെ വ്യക്തി കേന്ദ്രീകൃതമായി നടത്തിയ അല്ലെങ്കിൽ CPM-നെതിരെ നടത്തിയ അത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയം എന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനായിരുന്നു UDF നടത്തിയത്. അത് പ്രധാനമായും ഒരു മുസ്ലിം കേന്ദ്രീകൃത അല്ലെങ്കിൽ ന്യൂനപക്ഷ കേന്ദ്രീകൃത വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. മറ്റൊന്ന് ഇവിടെയുള്ള ഒന്ന് RMPയുടെ ഒരു പിന്തുണ, ഒപ്പം വെൽഫെയർ പാർട്ടിയും നമ്മൾ കാണേണ്ടത്. വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ UDFനായിരുന്നു. അവർക്കും അത്യാവശ്യം വോട്ടുള്ള ഒരു മണ്ഡലമാണ് വടകര. മാത്രമല്ല അത്തരത്തിലുള്ള സ്വാധീനം ഈ കഴിഞ്ഞ തവണ UDFന് കിട്ടാതിരുന്ന വോട്ടുകൾ കൂടി ഈ വടകര മണ്ഡലം കേന്ദ്രീകരിച്ച് കുറ്റ്യാടി നാദാപുരം ഭാഗങ്ങളിൽ നിന്നും UDFന് കിട്ടുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ ഈ വോട്ടിംഗ് പാറ്റേൺ, അതായത് BJPക്ക് എത്രക്കാരൻ കിട്ടുന്നു വോട്ട് എന്നുള്ളതും വലിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണത്തേത്തോളം BJP ഇവിടെ പ്രചാരണത്തിൽ സജീവമായിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് CPM-ന്റെ ഒരു ആരോപണം മാത്രമല്ല. കാരണം കഴിഞ്ഞ തവണ 76,000-ഓളം വോട്ടുകൾ BJP പാർലമെന്റ് മണ്ഡലത്തിൽ വടകരയിൽ നേടിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിലും കൂടുതൽ വോട്ടുകൾ അവർക്ക് നേടാനായി. പക്ഷേ ആ ഒരു ഓളം അല്ലെങ്കിൽ ആ ഒരു പ്രചാരണ രീതിയൊന്നും ഒരുപക്ഷെ ഈ തവണ അത് കണ്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. BJPയുടെ പ്രചാരണ രംഗത്ത് പല പ്രവർത്തകരും, നമ്മൾ മുതിർന്ന നേതാക്കളടക്കം, ഇവിടുത്തെ യുവമോർച്ചയുടെ അടക്കം നേതാക്കളടക്കം, K സുരേന്ദ്രന്റെ മണ്ഡലമായ പത്തനംതിട്ടയിലടക്കം പ്രചാരണത്തിന് പോയിരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപക്ഷെ BJP പ്രചാരണത്തിൽ വലിയ ഒരു സ്വാധീനം, BJP പ്രചാരണത്തിൽ നിന്ന് പിന്നോട്ട് നിൽക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഓരോ മണ്ഡലങ്ങളിലുമുള്ള വ്യത്യാസത്തെക്കുറിച്ചുമാണ് കിരൺ പറഞ്ഞത്. കിരൺ, ഒറ്റ കാര്യം കൂടി, അതായത് നമുക്ക് ഈ നിയമസഭാ മണ്ഡലങ്ങളിലെ സാഹചര്യം മാത്രം എടുത്ത് പരിശോധിച്ചാൽ UDFന് നല്ല ആത്മവിശ്വാസത്തിന് വകയുണ്ട് എന്നാണോ കിരൺ പറയുക? നിഷാദ്, ഈ UDF കണക്ക് കൂട്ടുന്നത് അത് തന്നെയാണ്, നിയമസഭാ മണ്ഡലങ്ങളിലെ പോളിംഗ് പേഴ്സൻറ്റേജ്. കാരണം പരമ്പരാഗതമായി ചിന്തിക്കുന്ന ഒരു കാര്യം,
പോളിംഗ് പെർസെൻറ്റേജ് കൂടുമ്പോൾ അത് UDF അനുകൂലമാകുന്നു എന്നുള്ളൊരു ധാരണ, ഒരു പക്ഷേ അത് UDF പരത്തുണ്ട്, പുറത്തും അങ്ങനെ ഒരു ധാരണയുണ്ട്. അത് UDF ഉയർത്തി കാണിക്കുന്നുമുണ്ട് ഈ സമയത്ത്. പോളിംഗ് ശതമാനത്തിലുണ്ടായിട്ടുള്ള വർധന എല്ലാ കാലവും അവർ വിചാരിച്ചു വരുന്ന ഒന്ന് അത് UDF അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ്. ഒപ്പം തന്നെ നമ്മൾക്കിപ്പോൾ വടകരയിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളും പ്രത്യേകമായി എടുത്ത് പരിശോധിക്കുമ്പോൾ LDF പ്രതീക്ഷയുള്ള സ്ഥലത്ത് വലിയ വർധന ഉണ്ടായിട്ടില്ല. അതേസമയം UDF പ്രതീക്ഷയുള്ള സ്ഥലത്ത് ശ്രദ്ധേയമായ വർധന പോളിംഗ് പെർസെൻറ്റേജിൽ ഉണ്ടായിട്ടുണ്ട് എന്നതുകൂടി അവരുടെ ഒരു പ്ലസ് പോയിന്റാണ്. അതാണ് വടകരയുടെ കാര്യം. അതാണ് കിരൺ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു കണക്കുകൂട്ടൽ UDF ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന്. ഇടവേള കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ള മണ്ഡലം വടകരയുടെ തൊട്ടടുത്തുള്ള കോഴിക്കോട് ലോക്സഭാ മണ്ഡലമാണ്. പ്രവചനാതീതമായ മത്സരം നടന്നുവെന്ന് വിചാരിക്കപ്പെടുന്ന ഒരു സ്ഥലം. അവിടെ നമുക്ക് നോക്കാം. പ്രദീപ് കുമാറും MK രാഘവനും ഒപ്പം തന്നെ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രകാശ് ബാബുവും ഏറ്റുമുട്ടിയ മണ്ഡലം. 2014 79.77% പോളിംഗ്. പക്ഷേ ഇത്തവണ അത് 81.47 ഉയർന്നിട്ടുണ്ട്. വലിയൊരു വർധന എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ ഒരു 1% അടുത്തുള്ള വർധന, 1% സംതിങ് വർധന ഉണ്ടായിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ കോഴിക്കോട് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ്. പ്രദീപ് കുമാർ എന്ന ജനകീയനായ MLA രംഗത്തിറക്കിക്കൊണ്ട് വിജയിക്കാൻ കഴിയുമെന്ന നിലയ്ക്കുള്ള വലിയ പ്രതീക്ഷ ലെഫ്റ്റ് മുന്നോട്ട് വെച്ചു. അതിനിടയ്ക്ക് ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ആരോപണങ്ങളും വാർത്തകളും മറ്റുമൊക്കെ അവരുടെ പ്രതീക്ഷയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടി നൽകുകയും ചെയ്തു. പക്ഷേ അവസാനത്തെ സാഹചര്യം എന്താണ്? നിയമസഭാ മണ്ഡലങ്ങളിലൂടെ ഒരു പരിശോധന നടത്തുകയാണെങ്കിൽ എങ്ങനെയാണ് കോഴിക്കോട് ഇത്തവണ ബിഹേവ് ചെയ്തത് എന്ന് നോക്കാം. ബാലുശ്ശേരി എടുക്കാം. 82.6% ബാലുശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ ലഭിച്ച ആകെ പോൾ ചെയ്ത വോട്ട്. അത് പക്ഷേ കഴിഞ്ഞ തവണ 2014 അത് 82.3%. 2009 79 2014 82 ആ 82 ഇത്തവണയും 82.6 82.3 82.6 നിൽക്കുന്നുവെന്നാണ് ബാലുശ്ശേരിയുടെ പ്രത്യേകത. എലത്തൂർ എടുക്കാം. എലത്തൂർ 83.29% എലത്തൂരിലെ ഇത്തവണത്തെ പോളിംഗ്. കഴിഞ്ഞ തവണ 83.5 എന്ന് ശ്രദ്ധിക്കാം. ഈ ബാലുശ്ശേരിയുടെയും എലത്തൂരിൻ്റെയും ഒക്കെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ലെഫ്റ്റിന് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ്. കാരണം അവരുടെ കയ്യിലുള്ള മണ്ഡലങ്ങൾ എന്ന നിലയ്ക്ക് അവർക്ക് അവിടെ വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ അവിടെ പോളിംഗ് പെർസെൻറ്റേജ് കഴിഞ്ഞ തവണത്തേക്കാൾ, അതായത് MK രാഘവൻ വിജയിച്ച സമയത്ത് എന്തുമാത്രം പോളിംഗ് നടന്നിട്ടുണ്ടോ ഏതാണ്ട് അതിൻ്റെ പരിസരത്ത് തന്നെ, അല്ലെ അതിനേക്കാൾ താഴെയും മറ്റുമൊക്കെയാണ് ഈ ബാലുശ്ശേരിയിലും എലത്തൂരിലും കാണാൻ കഴിയുക. കോഴിക്കോട് നോർത്ത് എടുത്താലും പ്രദീപ് കുമാറിൻ്റെ മണ്ഡലമാണ്. അവിടെയും അവർക്ക് പ്രതീക്ഷയുള്ള സ്ഥലമാണ്. കോഴിക്കോട് നോർത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 76.7% വോട്ടായിരുന്നുവെങ്കിൽ ഇത്തവണ അത് 78.24 എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ വർധന അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് സത്യമാണ്. അത് പ്രദീപ് കുമാറിൻ്റെ MLA എന്ന നിലയ്ക്കുള്ള മണ്ഡലമാണ്. സ്വാഭാവികമായും അവിടെ കൂടുതലൊരു ഊർജ്ജസ്വലത ഉണ്ടായിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ്. കോഴിക്കോട് സൗത്ത് നമുക്ക് നോക്കാം. 78.46% ആകെ ഇത്തവണത്തെ പോളിംഗ്. സൗത്തിൽ 76.2 കഴിഞ്ഞ തവണത്തെ പോളിംഗ്. അപ്പോൾ അതിൻ്റെ പരിസരത്ത് തന്നെ നിൽക്കുകയാണത്. ബേപ്പൂർ എടുക്കാം. ബേപ്പൂരും ലെഫ്റ്റിൻ്റെ പ്രതീക്ഷയുള്ള സ്ഥലം. 80.32 ആകെയുള്ള ഇത്തവണത്തെ പോളിംഗ്. അതേസമയം ബേപ്പൂരിൽ 77.3% മാത്രമേ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം അവർക്കൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അവരുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ഏരിയയിൽ ഈ 80% പോളിംഗ് ഉയർന്നു വന്നത് അവർക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. കുന്നമംഗലത്ത് 82.9 കഴിഞ്ഞ തവണത്തെ പോളിംഗ്. ഇത്തവണ നിങ്ങൾക്ക് കാണാം അത് 84.4 എന്ന നിലയിലേക്ക് 2% ഉയർന്നിട്ടുണ്ട്. കൊടുവള്ളി 81.4 ഇത്തവണത്തേത്. കഴിഞ്ഞ തവണ കൊടുവള്ളിയിൽ 77. അപ്പോൾ കൊടുവള്ളിയിൽ ഏതാണ്ട് 4% ഉയർന്നിട്ടുണ്ട്. MK രാഘവനെ സഹായിക്കാൻ പ്രവർത്തിക്കുമെന്ന് MK രാഘവൻ്റെ ക്യാമ്പ് വിചാരിക്കുന്ന, UDF വിചാരിക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് കൊടുവള്ളി. അവിടെ 4% പോളിംഗ് ഉയർന്നിട്ടുണ്ടെന്നത് UDF ക്യാമ്പിന് നൽകിയിട്ടുള്ള പ്രതീക്ഷ തീരെ ചെറുതായിരിക്കില്ല. നമുക്കതെങ്ങനെയാണ് അതിൻ്റെ സാഹചര്യം എന്ന് പരിശോധിക്കാം. KK ഷിത നമ്മോടൊപ്പം ഉണ്ട് കോഴിക്കോട് നിന്ന്. ഷിത, ഈ നിയമസഭാ മണ്ഡലങ്ങളിലെ സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം, കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസം കൊള്ളാൻ കഴിയുക ഏത് ക്യാമ്പിനായിരിക്കും? ബാലുശ്ശേരിയിലും എലത്തൂരിലും കോഴിക്കോട് നോർത്തിലുമൊന്നും ഒരു തകർച്ച ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധിക്കണം. ബേപ്പൂരിലും നോർത്തിലും പ്രത്യേകമായി എടുത്താൽ ചെറിയ പെർസെൻറ്റേജ് വർധന അവിടെ ഉണ്ടായിട്ടുണ്ട്. അതേസമയം അതിനെയൊക്കെ മാനേജ് ചെയ്യാൻ കഴിയും. കൊടുവള്ളിയിൽ ഉണ്ടായിട്ടുള്ള ഈ 4% വർധന അത് UDF പ്രതീക്ഷയുള്ള സ്ഥലവുമാണ്. മൊത്തം കണക്കുകൾ പരിശോധിച്ചാൽ ആർക്കാണ് ആത്മവിശ്വാസത്തിന് വകയുള്ളത്?
നിഷാദ്, ഇപ്പോഴും ഇരു മുന്നണികളും ഒരേപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതായത് ഈ വോട്ട് കണക്ക് എടുത്താൽ, പെർസെൻറ്റേജ് എടുത്താൽ ഇരു മുന്നണികളും ഒരുപോലെ ആത്മവിശ്വാസം ഇപ്പോഴും പ്രകടിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട്. ഓരോ മണ്ഡലത്തിലെയും വോട്ടിംഗ് ശതമാനം കൂടിയതും കുറഞ്ഞതുമെല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർ ഇപ്പോൾ പങ്കുവെക്കുന്നത്. നിഷാദ് സൂചിപ്പിച്ച കൊടുവള്ളിയിലേക്ക് നമുക്ക് ആദ്യം വരാം. കൊടുവള്ളിയിൽ 81.47% ഇപ്പോഴുണ്ടായിരിക്കുന്ന പോളിംഗ്. അത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 4%-ലധികം വ്യത്യാസം വന്നിട്ടുണ്ട്. UDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് കൊടുവള്ളി എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ നിയമസഭാ മണ്ഡലത്തിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ അത് LDF-നൊപ്പം, ചെറിയൊരു ഭൂരിപക്ഷത്തിൽ അത് LDF-നൊപ്പം നിൽക്കുകയാണെങ്കിൽ പോലും ഇത്തവണ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. അതിന് കാരണം 2009-ലെ തെരഞ്ഞെടുപ്പ്, 2009-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്, 2014-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അവിടെ മുസ്ലിം ലീഗിനുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും കാരാട്ട് റസാഖ് MLA തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് വേണ്ടി മത്സരിക്കാൻ എത്തുകയും ചെയ്യുന്നത്. അന്ന് അദ്ദേഹത്തോടൊപ്പം നിരവധി, അതായത് കൗൺസിലർമാരുൾപ്പെടെയുള്ള നിരവധി മുസ്ലിം ലീഗ് പ്രവർത്തകരും നേതാക്കന്മാരും അദ്ദേഹത്തോടൊപ്പം ഈ മുന്നണിയിലേക്ക്, അതായത് LDF-ന് ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യം അതിൽ നേരെ മറിച്ചാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് UDF-നുള്ളത്. ഇന്ന് അത് മാറിയിട്ടുണ്ട്. കാരാട്ട് റസാഖ് MLA-ക്ക് ഒപ്പം നിൽക്കുന്ന ആളുകൾ, ലീഗുകാർ ഇപ്പോൾ LDF-ന് അനുകൂലമായല്ല ചിന്തിക്കുന്നത്, തങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം MK രാഘവനും ഒപ്പം തന്നെ UDF-നും ഉള്ളത്. ആ ഒരു വിശ്വാസമാണ് അവർക്കിപ്പോഴും. അവിടെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം കൂടിയത്. അത് മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ കൊണ്ട്, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം കൊണ്ട്, മുസ്ലിം ലീഗ് താഴെത്തട്ടിൽ വരെ നടത്തിയ ഒരു പ്രവർത്തനം കൊണ്ട് ആ പോളിംഗ് ശതമാനം കൂടിയതാകാമെന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ UDF ക്യാമ്പിനുള്ളത്. അത് അവർക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ട്. ഒപ്പം ബാലുശ്ശേരി മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ, ബാലുശ്ശേരി എല്ലാ കാലവും LDF-നൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 667 വോട്ടിൻ്റെ ലീഡ് MK രാഘവന് നൽകിയ ഒരു മണ്ഡലം കൂടിയാണ് ബാലുശ്ശേരി എടുത്തു നോക്കണം. അതിൽ പറയേണ്ടത് അന്നുണ്ടായിരുന്ന CPM-നുള്ളിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളെല്ലാം കൊണ്ട് ആ ലീഡ് അങ്ങനെ വന്നതാകാം എന്നുള്ളൊരു വിലയിരുത്തൽ. പക്ഷേ ഇത്തവണത്തെ സാഹചര്യത്തിൽ ബാലുശ്ശേരിയിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു പ്രശ്നം നിലനിൽക്കുന്നില്ല. പക്ഷേ അവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം കൊണ്ട്, പ്രാദേശികമായ ചില കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതായത് ഗെയിൽ ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടന്നൊരു സ്ഥലം കൂടെ വരുന്ന മണ്ഡലമാണ് ബാലുശ്ശേരി. ആ പ്രദേശങ്ങളിൽ ജനങ്ങൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്ന് കൂടെ നോക്കണം. പക്ഷെ അങ്ങനെ ഒരു കണക്കെടുത്താൽ പോലും ഇടതുമുന്നണി ഇപ്പോഴും ആ മണ്ഡലത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. പിന്നീട് എലത്തൂരിലേക്ക് വന്നാൽ, എലത്തൂരിൽ പോളിംഗ് ശതമാനം കുറയുകയാണ് ഉണ്ടായത്. 2% ഒരു ചെറിയ ശതമാനത്തോളം പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ LDF-നൊപ്പം എല്ലാ കാലവും നിലനിന്ന ഒരു മണ്ഡലമാണ് എലത്തൂർ. ഒപ്പം തന്നെ ഒരു മന്ത്രിസഭയിലെ ഒരു മന്ത്രി കൂടെ പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ ഇപ്പോഴും അവിടെ ഉണ്ടായിരിക്കുന്ന വോട്ടിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്നൊരു പ്രതീക്ഷ LDF ക്യാമ്പ് പുലർത്തുന്നുണ്ട്. നോർത്തിലേക്ക് വരികയാണെങ്കിൽ, നോർത്താണ് പ്രദീപ് കുമാർ MLA എന്നുള്ള നിലയിൽ സിറ്റിംഗ് MLA കൂടിയാണ് നോർത്തിൽ. അദ്ദേഹം അവിടെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വ്യക്തിപ്രഭാവം മൂലമാകാം അവിടെ മണ്ഡലത്തിൽ വോട്ടിംഗ് ശതമാനം കൂടിയത് എന്നുള്ളൊരു വിശ്വാസമാണ്. നമുക്കറിയാം, നഗര കേന്ദ്രീകൃതമാണ് കോഴിക്കോട് മണ്ഡലം. നോർത്ത്, സൗത്ത് ഉൾപ്പെടുന്ന മണ്ഡലങ്ങളൊപ്പം ബേപ്പൂരിൻ്റെ പല ഭാഗങ്ങൾ, അങ്ങനെ നഗര കേന്ദ്രീകൃതമായ ഒരു മണ്ഡലമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം വരുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെയെല്ലാം LDF-നൊപ്പം നിൽക്കുകയും അതേസമയം UDF-ന് ലോക്സഭാ മണ്ഡലത്തിൽ UDF-ന് ചായ്വ് നൽകുകയും UDF-ന് പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു രീതി നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ നഗര കേന്ദ്രീകൃതമായ ഒരു മണ്ഡലത്തിൽ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതായിരിക്കും നോർത്തിനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടത്. പക്ഷേ യുവ വോട്ടർമാർ പ്രദീപ് കുമാറിന് അനുകൂലമായി വിധിയെഴുതുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് LDF-നുള്ളത്. അത് പ്രധാനമായും അദ്ദേഹം നടപ്പാക്കിയ വികസന കാര്യങ്ങൾ, സ്കൂളുകളുടെ കാര്യത്തിലുള്ള ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, അതെല്ലാം നോർത്ത് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം LDF-ന് പ്രതീക്ഷ നൽകുകയാണ്. ഒപ്പം സൗത്തിലേക്ക് വരികയാണെങ്കിൽ, ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള കോഴിക്കോടുള്ള കൊടുവള്ളിയെ പോലെ തന്നെയുള്ള ഒരു മണ്ഡലം കൂടിയാണ് സൗത്ത്. ആ മണ്ഡലത്തിൽ UDF-ന് വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, നിലവിലെ ദേശീയ സാഹചര്യത്തിൽ സൗത്ത് മണ്ഡലം എങ്ങനെ വന്നാൽ പോലും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന ഒരു പ്രതീക്ഷ UDF ക്യാമ്പുണ്ട്. ബേപ്പൂരേക്ക് വരികയാണെങ്കിൽ, ബേപ്പൂർ ഒരു CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ മണ്ഡലം എന്ന് തന്നെ പറയാം. പക്ഷേ ബേപ്പൂരിൽ ഒരു രാഷ്ട്രീയം എടുത്ത് നോക്കേണ്ടത് അത് BJP-യുടെ കൂടെ വരവോടുകൂടിയാണ്. BJP വലിയ തോതിൽ, BJP കോഴിക്കോട് മണ്ഡലത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ പ്രചാരണത്തിലേറെ മുന്നേറിയ, അല്ലെങ്കിൽ പ്രചാരണത്തിൽ ഒരു ഓളം സൃഷ്ടിച്ച ഒരു മണ്ഡലം എന്ന് പറയുന്നത് അത് ബേപ്പൂർ മണ്ഡലമായിരുന്നു. അവിടെ BJP എത്രത്തോളം
വോട്ടുകൾ പിടിക്കുമെന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ അതിൽ എടുത്തു പറയേണ്ടതുണ്ട്. ആ ഒരു BJP പിടിക്കുന്ന ഒരു വോട്ടിനനുസരിച്ചായിരിക്കും അത് LDF-നാണോ UDF-നാണോ ഗുണകരമാവുക എന്നുള്ളത് നമുക്കറിയേണ്ട. BJP വോട്ട് പിടിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ UDF-ന് ഗുണകരമായി വരുന്ന ഒരു സാധ്യതയാണല്ലോ. കാരണം ഹിന്ദു വോട്ടർമാർക്കിടയിൽ ശബരിമല സൃഷ്ടിച്ച ഒരു പ്രശ്നം അത് BJP ഏത് രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ളത് അവിടെ പ്രതിഫലിക്കും. അത് അങ്ങനെയാണെങ്കിൽ UDF-ന് അനുകൂലമായി വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ഒപ്പം കുന്നമംഗലത്തേക്ക് വരികയാണെങ്കിൽ കുന്നമംഗലം ഇപ്പോഴും LDF മുന്നണി പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ്. കാരണം തങ്ങൾക്ക് അവിടെയുള്ള ഒരു വോട്ട് ഷെയർ എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും 11,000-ലധികം വോട്ടുകളുടെ പിന്തുണ അവിടെ ഉണ്ട്, LDF-നുണ്ട്. ആ സാഹചര്യത്തിൽ LDF ഇപ്പോഴും ആ മണ്ഡലത്തിൽ പിന്തുണ വയ്ക്കുന്നു. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണക്കിൽ ഏറ്റക്കുറച്ചിലുണ്ട് പോലും പല മണ്ഡലങ്ങളിലെയും കണക്ക് വോട്ടിംഗ് ശതമാനം കൂടിയതും കുറഞ്ഞതുമെല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്നൊരു കണക്കുകൂട്ടൽ ഇപ്പോഴുമുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയോടുകൂടെ ആ മണ്ഡലത്തിൽ, അതായത് ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ ഇരു മുന്നണികളും ക്രോഡീകരിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി അത് ക്രോഡീകരിച്ചതിന് ശേഷമായിരിക്കും അവരുടെ ഒരു പൂർണ്ണമായുള്ള ഒരു ആത്മവിശ്വാസമോ എല്ലാം നമുക്ക് അറിയാൻ കഴിയും. ഷിതയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് ഷിത. വിവിധതരം ഫാക്ടേഴ്സ് എടുക്കാം. വിവിധതരം ഫാക്ടേഴ്സ് എടുത്താൽ എല്ലാവർക്കും ആത്മവിശ്വാസത്തിന് ഓരോ തരം കാരണങ്ങളുണ്ട് എന്നാണ്. പക്ഷേ ഓരോ മുന്നണികളും അവരുടെ കണക്കുകൂട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി, ഇന്ന് രാത്രിയോടുകൂടി അതിൻ്റെ പൂർണ്ണരൂപമായതിനു ശേഷമായിരിക്കും ഒരുപക്ഷെ അവരവരുടെ ശരിയായ പ്രതികരണത്തിലേക്ക്, വിജയപ്രതീക്ഷ സംബന്ധിച്ച പ്രതികരണത്തിലേക്ക് പോകൂ എന്നാണ്. പൊതുവേ നമുക്കറിയാം ഈ BJP അടക്കമുള്ള പ്രധാനപ്പെട്ട ക്യാമ്പുകളൊക്കെ തന്നെയും വേണ്ടത്ര ഇടപെടൽ, വേണ്ടത്ര പ്രതികരണത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കണക്കുകൂട്ടലായിരിക്കും അവരെന്ന് വിചാരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ പരിശോധിക്കാനുണ്ട്. പത്തനംതിട്ടയും തിരുവനന്തപുരവും കൊല്ലവും അടക്കമുള്ള മണ്ഡലങ്ങൾ. അതിലേക്ക് വരാം ഇടവേള കഴിഞ്ഞ്. ന്യൂസിയറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ആദ്യം 2 ലോക്സഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുകയായിരുന്നു. നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകൾ പ്രത്യേകമായി എടുത്ത ഓരോ സ്ഥലത്തും ഉണ്ടായിട്ടുള്ള ഓരോ പാർട്ടികൾക്കും പ്രതീക്ഷയുള്ള അവരുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയാസിലുണ്ടായിട്ടുള്ള വർധന എങ്ങനെയാണ്, അത് അവർക്ക് എങ്ങനെ പ്രതീക്ഷ നൽകുന്നു, എന്താണ് നമ്മുടെ പരിശോധനാ വിഷയം. നമ്മൾ ആദ്യം പരിശോധിച്ച് വടകരയാണ്, പിന്നീട് കോഴിക്കോടും. ഇനി നോക്കാനുള്ളത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ്. വലിയ പോരാട്ടം നടന്ന മത്സരങ്ങളിലൊന്നാണ്. പ്രവചനാതീതമായ മത്സരം നടന്നു വിചാരിക്കുന്ന സ്ഥലം. ശശി തരൂരാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത്. UDF-ന് വേണ്ടി ശ്രീ ദിവാകരൻ ലെഫ്റ്റിൻ്റെ കാൻഡിഡേറ്റ് ആയിരുന്നു. കുമ്മനം രാജശേഖരനായിരുന്നു NDA-യുടെ മത്സരാർത്ഥി. 2014 68.63 ലോക്സഭയിലേക്ക് നടന്ന അവിടെ പോളിംഗ് ശതമാനം. പക്ഷേ 2019 ഇന്നലെ നടന്ന പോളിംഗിൽ അത് 73.45 എന്ന നിലയിലേക്ക് ഉയർന്നു. ഏതാണ്ട് ഒരു 5% വർധന പോളിംഗിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വർധന എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത് എന്ന പരിശോധനയാണ് നമ്മളിനി നടത്തുന്നത്. നിയമസഭാ മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് അത് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. നിയമസഭയിലെ കണക്കുകളെടുത്താൽ അവിടെ ആകെയുള്ളത് കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, നെയ്യാറ്റിൻകര എന്നീ 7 ലോക്സഭാ മണ്ഡലങ്ങളാണ്. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം നോക്കാം ആദ്യം. 73.2% ആണ് ആളുകൾ അവിടെ ഇന്നലെ വോട്ട് ചെയ്തത്. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 73.7% അത് ഒരു 0.5% കുറഞ്ഞിട്ടിപ്പോൾ 73.2 എന്നതിൽ നിൽക്കുകയാണ്. വട്ടിയൂർക്കാവ് നോക്കാം. വട്ടിയൂർക്കാവ് K മുരളീധരൻ MLA ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്. 69.33 അവിടുത്തെ ഇന്നലത്തെ പോളിംഗ് ശതമാനം. വട്ടിയൂർക്കാവിൽ പക്ഷേ കഴിഞ്ഞ തവണ 70.23% പോളിംഗ് ഉണ്ടായിരുന്നു. അല്പം കുറവാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് ശതമാനം. തിരുവനന്തപുരം സെൻട്രൽ, അതായത് നഗരത്തെ മണ്ഡലം എടുക്കാം. 67.4 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ്. അത് ഇപ്പോൾ 65. കഴിഞ്ഞ തവണ 65.36 ഇത്തവണ അത് 67.4, അതായത് ഇപ്പോൾ ഒരു 2% വർധന ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് എന്ന് കാണാം. നേമം എടുക്കാം. 73.32 എന്നാണ് നേമത്ത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന പോളിംഗ് പെർസെൻറ്റേജ്. അത് ഇത്തവണത്തെ പോളിംഗ് അത് കഴിഞ്ഞ തവണ അത് 74.24. ഇത്തവണ നേമത്ത് 73.32 ആണ്. കഴിഞ്ഞ തവണ 74.24 എന്നാണ്. അപ്പോൾ നേമത്ത് ചെറിയൊരു കുറവുണ്ടായിട്ടുണ്ടെന്നാണ് കാണാൻ കഴിയുന്നത്. പാറശാല എടുത്താൽ 76.9% പാറശാലയിൽ ഇത്തവണത്തെ പോളിംഗ്. മെച്ചപ്പെട്ട പോളിംഗാണ് അവിടെ ഉള്ളത്. 75.17 കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം. കോവളം എടുത്താൽ കോവളം 76% പോളിംഗ് ഉണ്ടായിരുന്നു. 76% പോളിംഗ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തേത് 76 ആണെങ്കിൽ കഴിഞ്ഞ തവണ 74.23 ചെറിയ ഉയർച്ച കോവളത്തുണ്ടായി എന്ന് കാണാം. നെയ്യാറ്റിൻകര 77.26 ഇത്തവണത്തെ പോളിംഗ് ശതമാനം. കഴിഞ്ഞത് 75.25. അപ്പോൾ ഈ മണ്ഡലങ്ങളൊക്കെ ചെറിയ വർധന ഉണ്ടായിട്ടെന്ന് തന്നെ കാണാൻ കഴിയും. കഴക്കൂട്ടവും വട്ടിയൂർക്കാവ് എടുക്കാം, അത് UDF-ൻ്റെ കയ്യിലുള്ളതാണ്. കഴക്കൂട്ടം എടുത്താൽ അത് ലെഫ്റ്റിൻ്റെ കയ്യിലാണ്.
ഈ നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും വലിയ മുന്നേറ്റം BJP നടത്തിയിരുന്നു എന്ന് കാണാം. അതിൻ്റെ ഒരു ആവർത്തനമാണോ ഇത്തവണത്തെയും ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവിൽ ഉണ്ടാവാൻ കഴിയുക, അതോ അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് പ്രവർത്തിക്കുകയും മറ്റ് പ്രധാനപ്പെട്ട 2 മുന്നണികൾക്കും ആശ്വസിക്കാൻ കഴിയും വിധം തരത്തിലുള്ള കണക്കുകളുടെ ഒരു മാറ്റം ഇതിലുണ്ടോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അസ്ലം തിരുവനന്തപുരത്ത് നിന്ന് നമ്മോടൊപ്പം ഉണ്ട്. അസ്ലം, തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള ഈ വോട്ടിംഗ് ശതമാനത്തിലെ ചെറുതെങ്കിലുമുള്ള ഈ മാറ്റം ആകെ നോക്കുമ്പോൾ ഏതാണ്ട് 4% മാറ്റം ആകെ ഉണ്ടല്ലോ. അത് ആർക്ക് ആശ്വസിക്കാൻ വക നൽകുന്നതാണ്? മുന്നണികൾ എങ്ങനെയാണ്, പ്രധാനപ്പെട്ട മുന്നണികൾ എങ്ങനെയാണ് ഈ കണക്കുകളെ പ്രത്യേകമായി എടുത്ത് കൂട്ടി ഒരു ധാരണ ഉണ്ടാക്കുന്നത്? നിഷാദ്, എല്ലാ മുന്നണികളുടെയും സൂക്ഷ്മമായ ബൂത്ത് തലത്തിലുള്ള വിലയിരുത്തലുകൾ പൂർണ്ണമായിട്ടില്ല. അത് ഇന്നും നാളെയുമായിട്ടേ പൂർത്തിയാവുകയുള്ളൂ. അവരുടെ 2 ഘട്ടം, ആദ്യഘട്ടം ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രാഥമിക വിലയിരുത്തൽ, അതിനുശേഷം മണ്ഡലം കമ്മിറ്റികൾ ചേർന്നുകൊണ്ടുള്ള വിലയിരുത്തലുകൾ, ഈ 2 വിലയിരുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു നിരീക്ഷണമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായി ശബരിമലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടുതൽ സജീവമായിരുന്ന നഗരമണ്ഡലങ്ങൾ, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, ഇത് കഴിഞ്ഞ തവണ BJPക്ക് വലിയ സ്വാധീനം നൽകിയ നേമത്ത് മാത്രം 18,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഓരാജോപം ലഭിച്ച മണ്ഡലം. ഈ തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം മണ്ഡലങ്ങളിൽ പ്രതീക്ഷിച്ചത്ര പോളിംഗ് വർധനവ് ഉണ്ടായിട്ടില്ല. മൊത്തത്തിൽ 4%-ലധികം ഉണ്ടാകുമ്പോഴും അത് പാറശാല, കഴക്കൂട്ടം, കോവളം തുടങ്ങിയ നഗരത്തിന് പുറത്തുള്ള മണ്ഡലങ്ങളിലാണ് പോളിംഗ് ശതമാനം വർദ്ധിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നേമം, വട്ടിയൂർക്കാവ് തുടങ്ങിയ നഗരമണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള വർധനവ് ഉണ്ടായിട്ടില്ല. ഇത് BJPക്ക് ക്ഷീണമാകുമെന്നാണ് UDF ക്യാമ്പിൻ്റെയും LDF ക്യാമ്പിൻ്റെയും വിലയിരുത്തൽ. കാരണം ഈ മണ്ഡലങ്ങളിൽ UDF കഴിഞ്ഞ തവണ UDFിൽ നിന്നും വലിയ തോതിൽ വോട്ട് പോയിരുന്നു. ഇത്തവണ ചോർച്ച അടയ്ക്കാൻ കഴിഞ്ഞുവെന്ന് അവർ കരുതുന്നു. LDFിനെ സംബന്ധിച്ചിടത്തോളം LDF കരുതുന്നത് LDFിൻ്റെതായ വോട്ടുകൾ പിടിച്ചു ചേർത്താൻ ഈ മണ്ഡലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. BJP പ്രതീക്ഷ അത്ര മുന്നോട്ട് പോയില്ല എന്നാണ് അവരുടെ വിലയിരുത്തൽ. BJP പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു വോട്ടിംഗ് അല്ലെങ്കിൽ ഒരു ലീഡ് ഈ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിൽ കുറച്ച് കൂടുതൽ ലീഡ് നേടാൻ കഴിയും, നേമത്തും തിരുവനന്തപുരത്തും ലീഡ് നേടാൻ കഴിയുമെന്നും അവർ വിലയിരുത്തുന്നു. ഇതിൽ ഈ ഒരു മണ്ഡലങ്ങളിലെ വ്യത്യാസമായിരിക്കും യഥാർത്ഥത്തിൽ BJPക്ക് അല്ലെങ്കിൽ BJPയിലേക്കോ അല്ലെങ്കിൽ മറ്റു മുന്നണികളിലേക്കോ വിജയം പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് കഴക്കൂട്ടമാണ്. കഴക്കൂട്ടം വളരെ നിർണായകമാണ്. കാരണം കഴക്കൂട്ടം 7,800-ലധികം വോട്ടുകൾ കഴിഞ്ഞ തവണ BJP നേടിയ ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. ഇത്തവണ അവർ ആ ഒരു പ്രതീക്ഷ അവർ തന്നെ BJP ക്യാമ്പ് തന്നെ കഴക്കൂട്ടം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി കൂട്ടുന്നില്ല. LDF അവരുടെ 1ാമത്തെ മണ്ഡലം, LDF ലീഡ് കിട്ടുമെന്ന് ഉറപ്പായിട്ടുള്ള മണ്ഡലമായിട്ടാണ് കഴക്കൂട്ടം കൂട്ടുന്നത്. മന്ത്രി കടകംപള്ളിയുടെ സാന്നിധ്യം, VK മേയർ പ്രശാന്തിൻ്റെ സാന്നിധ്യം എന്നിവ കൊണ്ടെല്ലാം അവർക്ക് ലീഡ് പ്രതീക്ഷിക്കുന്നു. UDF ക്യാമ്പിലും അത് LDF അല്ലെങ്കിൽ UDF എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. LDF ചിലപ്പോൾ ലീഡ് ചെയ്തിരിക്കുമെന്ന് UDF ക്യാമ്പും പറയുന്നൊരു മണ്ഡലം. അതായത് കഴക്കൂട്ട മണ്ഡലത്തിൽ BJP 3ാം സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് ഏറെക്കുറെ എല്ലാവരുടെയും ക്യാമ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ്. മറ്റ് മണ്ഡലങ്ങൾ, ഒരു വടക്കൻ മണ്ഡലങ്ങളിൽ കോവളം, നെയ്യാറ്റിൻകര, പാറശാല തുടങ്ങിയ അങ്ങോട്ടുള്ള മണ്ഡലം. ഈ മണ്ഡലങ്ങളുടെ പ്രത്യേകതയിൽ നെയ്യാറ്റിൻകരയിലും കോവളത്തും തീരദേശ മേഖല കാര്യമായിട്ടുണ്ട്. ഈ 2 കോവളമാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ UDFിന് ശശി തരൂരിന് നൽകിയത്. 9,000-ഓളം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയിലും 2,000-ഓളം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പാറശാലയിൽ 8,000-ഓളം ഭൂരിപക്ഷം. അതായത് കഴിഞ്ഞ തവണ UDF നേടിയ മണ്ഡലങ്ങളിൽ ഇത്തവണ വലിയ തോതിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ പാറശാലയിലാണ് ഏറ്റവും കൂടുതൽ 76.9 എന്ന് പറയുന്ന ശതമാനം ഉണ്ടായിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിലും 77 ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ കോവളത്തും 76. അതായത് സമാനമായ രീതിയിൽ നല്ല പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് ഈ 3 മണ്ഡലങ്ങളാണ്. ഈ 3 മണ്ഡലങ്ങളിൽ LDFിൻ്റെ UDFിൻ്റെ വിലയിരുത്തൽ അവിടെ LDF UDF എന്നൊരു രീതിയിലേക്ക് മത്സരം മാറി. കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയായിരുന്നു. BJP 3ാം സ്ഥാനത്തായിരുന്നു. ഈ മണ്ഡലങ്ങളിൽ കൂടി അത്തരത്തിൽ മാറിയിട്ടുണ്ട്. അതായത് BJPക്ക് വലിയ സ്വാധീനം ഉണ്ടായിട്ടില്ല എന്നാണ് അവർ കണക്കൂട്ടൽ. BJP ക്യാമ്പ് ഇതിൽ പാറശാലയിൽ ചെറിയ വ്യത്യാസമുണ്ട്. പാറശാലയിൽ അവർ കുറച്ചുകൂടി വോട്ടുകൾ കൂടാൻ സാധ്യതയുണ്ടെന്നാണ് അവിടെ വിലയിരുത്തൽ. ഇതാണ് യഥാർത്ഥത്തിൽ മുന്നണികളുടെ വിലയിരുത്തൽ. അതായത് UDF നഗരമണ്ഡലങ്ങളിലെ ശബരിമല ഉൾപ്പെടെ സ്വാധീനിക്കുന്ന നായർ വോട്ടുകളുടെ സ്വാധീനം മൂലം BJPക്ക് വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ BJPയിലേക്കുള്ള ഒഴുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞുവെന്ന് ഒരു വിലയിരുത്തുന്നു. അതിൽ വലിയൊരു ആത്മവിശ്വാസം കരുതുന്നു. അതേസമയം മറ്റു മണ്ഡലങ്ങൾ, കഴിഞ്ഞ അവർക്ക് സ്വാധീനം ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ കൂടുതൽ വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴക്കൂട്ടം മാത്രമാണ് അവർ ഒരുപക്ഷെ പിറകിൽ പോകാൻ സാധ്യത. ആ രീതിയിലാണ് ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു മാർജിൻ, നല്ലൊരു മാർജിൻ പ്രതീക്ഷിച്ചുകൊണ്ട് വിജയമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. BJP ക്യാമ്പിനെ സംബന്ധിച്ചോളം
വോട്ടിംഗ് ശതമാനം കുറഞ്ഞെങ്കിൽ പോലും വട്ടിയൂർക്കാവ് നേമം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വോട്ടിംഗ് ശതമാനം വലിയ കൂടുതലായി വന്നിട്ടില്ലെങ്കിൽ പോലും തങ്ങളുടേതായ ഒരു വോട്ടിംഗ് ശതമാനം പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ പാറശാലയും കൂടി തങ്ങൾക്ക് അധിക വോട്ട് ലഭിക്കും, അങ്ങനെ വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായ കഴക്കൂട്ടം ഉൾപ്പെടെ അവർക്ക് കഴിഞ്ഞവണ്ണം നല്ല ലീഡ് നൽകി കഴക്കൂട്ടം ഉൾപ്പെടെ പിറകെ പോകുന്ന അവർ തന്നെ കരുതുന്ന സാഹചര്യത്തിൽ അവരുടെ കണക്കുകൂട്ടൽ അല്ലെങ്കിൽ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടെന്നത് കുറച്ചുകൂടി ഒരു ബൂത്ത് ലെവൽ കണക്ക് കൂടി പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയൂ. LDF കഴിഞ്ഞതിൽ വ്യത്യസ്തം കഴിഞ്ഞ തവണ ക്രോസ് വോട്ടിംഗ് കുറച്ചെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. 10,000-ലധികം വോട്ടുകൾ ഉണ്ട്. ഇത്തവണ ക്രോസ് വോട്ടിംഗ് അവർ നടത്തിയിരുന്നില്ല. മാത്രമല്ല LDFിൻ്റെ വോട്ടുകൾ പിടിച്ചു നിർത്താനും അവർ ശ്രമിച്ചിട്ടുണ്ട്. അതേസമയം ഈ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടായ ഒരു പ്രശ്നം കാരണം വനിതാ വോട്ടുകൾ LDFിന് ലഭിക്കാനിടയുള്ള LDF അനുഭാവികളുടെ വനിതാ വോട്ടുകൾ ഒരു വിഭാഗമെങ്കിലും കോൺഗ്രസിലേക്കോ BJPയിലേക്കോ പോയിട്ടുണ്ടെന്നും അവർ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കൂടെ വെച്ചുകൊണ്ടാണ് അവർ കണക്കൂട്ടൽ വന്നിരിക്കുന്നത്. എന്തായാലും കഴക്കൂട്ടം, പാറശാല, നെയ്യാറ്റിൻകര ഉൾപ്പെടെ മണ്ഡലങ്ങളിൽ അവർക്ക് മുൻതൂക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. ആർത്തിൽ അവർ വിജയിച്ചു വരാമെന്ന് അവർ കരുതുന്നുണ്ട്. അത്തരത്തിൽ 3 മുന്നണികളും വിജയപ്രതീക്ഷകൾ വയ്ക്കുമ്പോൾ തന്നെ ഈ നഗരമണ്ഡലങ്ങളുടെ വോട്ട് ഷെയർ തന്നെയായിരിക്കും തീർച്ചയായും ഒരു വിജയിയെ നിർണ്ണയിക്കുക. കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന പോലെ അവിടെ വലിയ ചോർച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ അത് കോൺഗ്രസിന് മേൽക്കൈ നൽകും. BJP പ്രതീക്ഷിക്കുന്നത് പോലെ അവർക്ക് പഴയതുപോലുള്ള ഒരു വോട്ടിംഗ് ശതമാനം പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്തിലെ നഷ്ടം പാറശാല കൊണ്ട് നികത്താനും കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് വിജയം ഉണ്ടാവും. ഇതാണ് നമുക്ക് മൊത്തത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം. നിഷാദ് അസ്ലമാണ് തിരുവനന്തപുരത്ത് നിന്ന് ആ വിശകലനം പങ്കുവച്ചത്. അതേസമയം ബൂത്ത് തരത്തിലുള്ള കണക്കുകളൊക്കെ തയ്യാറാക്കി വരുന്നതേ ഉള്ളൂ പാർട്ടികളും മുന്നണികളും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിയുള്ള നിലപാട് അവരുടെ ഭാഗത്ത് നിന്ന് വരണമെങ്കിൽ നമ്മൾ ഇന്നുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ്. അതേസമയം BJPക്കും കോൺഗ്രസിനും വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവർക്ക് 2 സാധ്യതകളുമുള്ള തരത്തിലുള്ള കണക്കുകൾ അവർ പ്രകടമാണ്. CPIM-നും അവരുടേതായ, ലെഫ്റ്റിനും ഇടതുപക്ഷത്തിനും അവരുടേതായ വീക്ഷണകോണിലൂടെയുള്ള സാധ്യതകൾ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് അസ്ലം ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കിനി പത്തനംതിട്ടയും കൊല്ലവും പരിശോധിക്കണം. ഒരു വേള കൂടി. വീണ്ടും സ്വാഗതം ന്യൂസ് തിയേറ്ററിലേക്ക്. നമ്മൾ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന 5 ലോക്സഭാ മണ്ഡലങ്ങളിലെ നിയമസഭാ കണക്കുകൾ, അതായത് നിയമസഭാ മണ്ഡലങ്ങളിൽ തിരിച്ചുള്ള വോട്ടിംഗ് ശതമാനത്തിൻ്റെ കണക്കുകളെടുത്ത് അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയായിരുന്നു. ഇതുവരെ നമ്മൾ വടകര, കോഴിക്കോട്, തിരുവനന്തപുരം മണ്ഡലങ്ങൾ പരിശോധിച്ചു. ഇനി 2 മണ്ഡലങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടന്ന ത്രികോണ മത്സരം തന്നെ നടന്നുവെന്ന് വിചാരിക്കാവുന്ന സ്ഥലമാണ് പത്തനംതിട്ട. BJP വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു മണ്ഡലം കൂടിയായിരുന്നു അത്. അവിടെ എങ്ങനെയാണ് വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിൻ്റെ നോക്കാം ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ച്. ഇങ്ങനെ എടുത്താൽ പത്തനംതിട്ടയിൽ ഇത്തവണ 74.19% ഉണ്ട് വോട്ടിംഗ്. 65.81 ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നാണ് 74-ലേക്ക് വന്നത്. ഏതാണ്ട് ഒരു 9% പരിസരത്ത് വർധന ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത്ര വലിയ തോതിലുള്ള വോട്ട് അധികം അവിടെ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു ആവേശം അവിടെ പ്രകടമായിരുന്നു വോട്ട് ചെയ്യാൻ എന്നത് സുവ്യക്തമാണ്. ആൻഡ്രൂ ആൻ്റണിയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി, വീണ ജോർജ് ലെഫ്റ്റിൻ്റെ സ്ഥാനാർത്ഥിയും, അവിടെ K. സുരേന്ദ്രൻ BJPയുടെ സ്ഥാനാർത്ഥിയുമായിരുന്നു. ഇനി നിയമസഭാ മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടതെന്നാണ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയി പരിശോധിക്കേണ്ടത്. നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്കെടുത്താൽ അവിടെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഇങ്ങനെയാണ്: കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ എന്നിവയാണ് അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ. ആദ്യം കാഞ്ഞിരപ്പള്ളി എടുത്താൽ കാഞ്ഞിരപ്പള്ളിയിൽ 77.96% ആളുകൾ ഇത്തവണ അവിടെ വോട്ട് ചെയ്തു എന്ന് കാണാം. UDFിൻ്റെ മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. കേരള കോൺഗ്രസിൻ്റെ ജയരാജാണ് അവിടുത്തെ MLA. അപ്പം 77.96% ആളുകൾ ഇത്തവണ വോട്ട് ചെയ്തു. 76.39 കഴിഞ്ഞ തവണത്തെ പോളിംഗ്. ഇത്തവണ അത് ഏതാണ്ട് 1% വർധന കൈവരിച്ചിട്ടുണ്ട് എന്ന് കാണാം. 1%-ലധികം വർധന കൈവരിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിയുന്ന കാര്യം. പൂഞ്ഞാർ, PC ജോർജ് പ്രദാനം ചെയ്യുന്ന പൂഞ്ഞാർ നിയമസഭാ മണ്ഡലം 77.27% ആളുകൾ വോട്ട് ചെയ്തു. കഴിഞ്ഞ തവണ പൂഞ്ഞാറിൽ പക്ഷേ 79.39% പോളിംഗ് 2014 അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണാം. പക്ഷേ ഇത്തവണ അത് 77.29 ഏതാണ്ട് ഒരു 2% കുറവ് അവിടെയുണ്ട്. PC ജോർജിൻ്റെ ജനപക്ഷം എന്ന് പറയുന്ന പാർട്ടി NDAയ്ക്കൊപ്പമൊക്കെ ചേർന്നതിന് ശേഷം നടന്നിട്ടുള്ള പോളിംഗിലാണ്. പക്ഷേ ഈ 2% കുറവ് എന്നത് നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. തിരുവല്ല പോകാം. തിരുവല്ല 71.43% ഇത്തവണ ഉണ്ടായിട്ടുള്ള പോളിംഗ്. അത് കഴിഞ്ഞ തവണ 69.23% ഒരു ചെറിയ എഡ്ജ് ഉയർച്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത്. റാന്നിയും ലെഫ്റ്റിൻ്റെ മണ്ഡലമാണ്. അവിടെ നമുക്കറിയാം
രാജു എബ്രഹാം MLA ആയ മണ്ഡലം. 70.42 കഴിഞ്ഞ തവണ. അത് ഇത്തവണ 70.63, 0.23% വർധന മാത്രമാണ് റാന്നിയിൽ ഉണ്ടായിട്ടുള്ളത്. ആറന്മുള ഇപ്പോഴത്തെ MLA വീണ ജോർജ് അവർ തന്നെയാണ് ലോക്സഭയിലാണ് മത്സരിക്കുന്നത്. 72 ആണ് അവിടെ ഉണ്ടായിരുന്ന മാക്സിമം പോളിംഗ് പെർസെൻറ്റ്. 70.82 അത് കണ്ടൊരു 1% എക്സ്ട്രാ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആറന്മുളയിൽ. കോന്നി 74.24% ഇത്തവണത്തെ പോളിംഗ്. കോന്നിയിൽ കഴിഞ്ഞ തവണ 72.99 2% പരിസരത്ത് വോട്ട് അവിടെയും കൂടിയിട്ടുണ്ട്. അടൂര് 76.71 ഇത്തവണ പോളിംഗ് ശതമാനം. അത് കഴിഞ്ഞ തവണ അടൂർ എടുത്താൽ 74.37%. 74.37% ഉണ്ടായിരുന്നു. അത് ഒരു 2% കൂടി അടൂരിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് കാണാം. അപ്പോൾ ഇതാണ് നിയമസഭകൾ തിരിച്ചിട്ടുള്ള കണക്ക്. അതിലിപ്പോൾ ആറന്മുള അടക്കമുള്ള സ്ഥലങ്ങളിൽ BJPക്ക് പ്രതീക്ഷയുള്ള സ്ഥലങ്ങളാണ്. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ പോലെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് അത് മാനേജ് ചെയ്യാൻ, വലിയ വോട്ടിംഗ് ശതമാനത്തിലൂടെ മാനേജ് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഇപ്പോൾ UDF വിചാരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണം. അസലം തുടരുകയാണ് നമ്മോടൊപ്പം. അസലം, പത്തനംതിട്ട പ്രവചനാതീതമായ മത്സരം നടന്നു എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമാണ്. BJPക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന മാക്സിമം വോട്ട് സമാഹരിക്കാൻ അവർ ശ്രമിച്ച ഒരു സ്ഥലം. നമുക്ക് ഈ പോളിംഗ് പെർസെൻ്റ് എടുത്ത് നോക്കിയാൽ ആകെ ഒരു 9% വർധന അവിടെ കാണാൻ കഴിയും. നിയമസഭകൾ തിരിച്ചുള്ള പരിശോധനയിൽ നമുക്കതിനെ അനലൈസ് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ്? നിഷാദ് പറഞ്ഞ പോളിംഗ് ശതമാനത്തിൽ ചെറിയ വ്യത്യാസമുണ്ട് തോന്നുന്നു. ആകെ 8% പോളിംഗ് വന്നതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് വർധനവ് ഉണ്ടായ മണ്ഡലങ്ങൾ ഒന്ന് പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയുമാണ്. ഏറ്റവും പുതിയ കണക്കുകൾ വരുമ്പോൾ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയുമാണ് കൂടുതൽ വോട്ട് അല്ലെങ്കിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ച മണ്ഡലങ്ങളായി കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ആറന്മുളയിലും റാന്നിയിലുമെല്ലാം പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. ശക്തമായ മത്സരം നടന്നതിൻ്റെ ഒരു പ്രതിഫലനം ഇടതുമുന്നണിയും വലതുമുന്നണിയും BJPയും ശക്തമായി തന്നെ മത്സരിക്കുകയും ആൾക്കാരെ പോളിംഗ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തതിൻ്റെ ഒരു പ്രതിഫലനം അതിലുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമല വിഷയം ഏറ്റവും കൂടുതൽ സജീവമായി BJP തന്നെ ചർച്ചയ്ക്ക് വെച്ച ഒരു മണ്ഡലമാണ്. ഇതുണ്ടാക്കുന്ന ഒരു മൂന്ന് മുന്നണികളും ഇതിനുവേണ്ടി വോട്ട് പിടിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ BJP വിജയസാധ്യതയുള്ള മണ്ഡലം എന്ന നിലയിൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു കേന്ദ്രീകരണം ആരിലേക്ക് വന്നു എന്നുള്ളത്, ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും അവിടെ പ്രതിഫലിച്ചത്. അതിൽ UDF ക്യാമ്പിൻ്റെ വിലയിരുത്തൽ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെ അവർക്ക് മേൽക്കൈയുള്ള, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളോടൊപ്പം തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയും സാന്നിധ്യമുള്ള ഈ മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാന വർധനവ് ആൻഡോ ആന്റണി ഗുണകരമായി മാറുമെന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. ആറന്മുള, റാന്നി, അടൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ LDF മേൽക്കൈ വരുമെങ്കിൽ പോലും അവിടെയും UDFിൻ്റെ വോട്ടുകൾ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോന്നിയിൽ UDFിൻ്റെ മണ്ഡലമായ കോന്നിയും UDFിനൊപ്പം തന്നെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ആദ്യഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഏത് സ്ഥാനാർത്ഥിയിലേക്കാണ് തിരിയേണ്ടതെന്നൊരു കൺഫ്യൂഷൻ യഥാർത്ഥത്തിൽ ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ടും മികച്ച സ്ഥാനാർത്ഥികളും രണ്ടുപേരും BJPക്കെതിരായ മത്സരത്തിൽ ശക്തമായി നിലകൊള്ളുകയും ചെയ്തൊരു സാഹചര്യം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സ്ഥാനാർത്ഥിയിലേക്ക് വോട്ട് പോകണമെന്നതിനെ സംബന്ധിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അടക്കം ഒരു അവസാനഘട്ടത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതേസമയം അത് ആൻഡോ ആന്റണിയിലേക്ക് അത് നീങ്ങി എന്നുള്ള ചില സൂചനകളാണ് UDF ക്യാമ്പിൽ നിന്നും. UDF ക്യാമ്പിന് ആ തരത്തിലുള്ള ഒരു പ്രതീക്ഷ അവിടെ ഉണ്ട് എന്നാണ്. സമയപ്രശ്നം കൊണ്ടാണ് അസ്ലം ഞാനിത് വൈൻഡപ്പ് ചെയ്യാൻ ഇടപെടുന്നത്. അസ്ലം ചൂണ്ടിക്കാണിക്കുന്ന പ്രകാരം ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ആ കൺഫ്യൂഷൻ തങ്ങൾക്ക് അനുകൂലമാം വിധം ഒരു ദിശാസൂചിക ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് UDF ക്യാമ്പ് വിചാരിക്കുകയാണ്. അവർക്കുണ്ട് വിജയ പ്രതീക്ഷയുണ്ട്. പക്ഷേ ലെഫ്റ്റും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട എന്ന് കാണാം. അത് അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു അടിത്തറ എന്താണെന്ന് അറിയണമെങ്കിൽ ഇന്ന് രാത്രിയിൽ അവരുടെ കണക്കുകൂട്ടലുകൾ കൂടി കാത്തിരിക്കുക കൂടി വേണം. നമുക്ക് അവസാനം പോകേണ്ടത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലേക്കാണ്. കൊല്ലത്തെ ഇത്തവണത്തെ പോളിംഗ് ശതമാനം എടുത്താൽ 74.36. കഴിഞ്ഞ തവണ 72.1 അത് 2%-ലധികം വർധനയുണ്ടായിട്ടുണ്ട്. NK പ്രേമേന്ദ്രനും KN ബാലഗോപാലും ഏറ്റുമുട്ടിയ മണ്ഡലമായിരുന്നു അത്. BJPക്കും അവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം 7 ലോക്സഭാ മണ്ഡലങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ എങ്ങനെയാണ് ഇത് പ്രതിഫലിച്ചത് എന്ന് നോക്കിയാൽ കൊല്ലത്ത് ആകെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ കണക്കെടുത്താൽ അത് ചവറയും പുനലൂരും ചടയമംഗലവും കുണ്ടറയും കൊല്ലവും ഇരവുപുരവും ചാത്തന്നൂരുമാണ്. 77.2% ഇത്തവണത്തെ ചവറയിലെ വോട്ടിംഗ് ശതമാനമെങ്കിൽ കഴിഞ്ഞ തവണ അത് 76.5 4%-ഓളം കുറവുണ്ടായിട്ടുണ്ട്. പുനലൂരിൽ ഇത്തവണ 72.44 കഴിഞ്ഞ തവണ അത് 70.2 അപ്പം 2% വർധന കാണാം. ചടയമംഗലത്ത് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് 73.79% വോട്ടാണ്. പക്ഷേ കഴിഞ്ഞ തവണ അത് 71% 2% വ്യത്യാസം അവിടെയും പ്രകടമാണ്. കുണ്ടറയിൽ 75.78% പോളിംഗ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ 73. അപ്പോൾ അത് നല്ല വർധന, അത് 2% വർധന കുണ്ടറയിലും കാണാം.
കൊല്ലത്ത് 75.05%, കഴിഞ്ഞ തവണ 73 വർധനയാണ്. ഇരവിപുരത്ത് 70.2 കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനമെങ്കിൽ ഇത്തവണ അത് 73.53 എന്നതിലേക്ക് മാറിയിട്ടുണ്ട്. ചാത്തന്നൂരിൽ 72.98% കഴിഞ്ഞ തവണയെങ്കിൽ ഇത്തവണ അത് കഴിഞ്ഞ തവണ അത് 70.4 എന്ന് കാണാം. അപ്പോൾ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും വർധനയാണ് കൊല്ലത്ത് കാണാൻ കഴിയുന്നത്. അതെങ്ങനെയാണ്, അത് ആർക്കാണ് ആത്മവിശ്വാസം പകരുന്നതെന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ബിനിൽ സാബു ചേരുന്നു തത്സമയം കൊല്ലത്തുനിന്ന്. ബിനിൽ, എങ്ങനെയാണ് നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രത്യേകമായി എടുത്താൽ ഓരോ മുന്നണിയുടെയും സ്ട്രോങ് ഹോൾഡ് ഏരിയാസ് ഒക്കെ എടുത്തിട്ട് പരിശോധിക്കുമ്പോൾ അത് ആത്മവിശ്വാസത്തിന് വേണ്ടി അവരുണ്ടാക്കുന്ന കണക്ക് എങ്ങനെയാണ്, അതെങ്ങനെയാണ് അവരതിനെ വിശകലനം ചെയ്യുന്നത്? നിഷാദ്, ഈ 7 നിയമസഭാ നിയോജക മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ ഈ 7 ഇടത്തും ഇടത് MLA-മാരാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഈ 7 മണ്ഡലങ്ങളും തൂത്തുവാരിയതാണ്. ആ ഒരു ആത്മവിശ്വാസം കണക്കെടുത്ത് തന്നെയായിരുന്നു പ്രചാരണ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷം ഉണ്ടായിരുന്നതും അവർ ആ പ്രചാരണ സമയത്ത് സൂചിപ്പിച്ചതും 51% വോട്ട് ഷെയർ തങ്ങൾക്കുണ്ട് എന്ന ഒരു അവകാശവാദമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് അവർ മുന്നോട്ട് പോയത്. എന്നാൽ UDF പറഞ്ഞു വയ്ക്കുന്നത് 2009, 2014, 2014 തെരഞ്ഞെടുപ്പിൽ അവർക്ക് ചവറ മാത്രമായിരുന്നു UDF-നൊപ്പം ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഇടത് MLA-മാർ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതൊരു വിഷയമേ അല്ല എന്നാണ് UDF പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോട്ടെടുപ്പ് കഴിയുമ്പോഴും വളരെ ആത്മവിശ്വാസം തന്നെയാണ് ഈ മുന്നണികളുള്ളത്. ഒരു പ്രാഥമിക വിലയിരുത്തൽ പുറത്തു വരുമ്പോൾ ഏറ്റവും ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലം ചവറയാണ്. കാരണം കഴിഞ്ഞ തവണ NK പ്രേമചന്ദ്രൻ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊടുത്ത ഒരു മണ്ഡലമാണ് ചവറ. ചവറയിൽ 24,000-ലധികം വോട്ടുകൾ NK പ്രേമചന്ദ്രനെ ലീഡ് ചെയ്യാനായി. പക്ഷേ അത് ഇത്തവണ ഉണ്ടാകില്ല എന്നാണ് CPM കണക്കുകൂട്ടുന്നത്. ഈ നേരിയൊരു വർധനവ് മാത്രമാണ് ചവറയിൽ ഇപ്രാവശ്യമുള്ളത്. അതായത് മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഒരു ചെറിയ വർധനവ് മാത്രമാണ് ചവറയിലുള്ളത്. ബാക്കിയെല്ലാ 6 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും 2%-ലധികം വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ചവറ പരിശോധിക്കുമ്പോൾ 0.73 മാത്രമാണ് ചവറയിലെ വർധനവ്. ഇത് തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് LDF പറയുന്നത്. കാരണം പലയിടങ്ങളിലും RSPയിൽ പ്രശ്നങ്ങളുണ്ട്. RSPയുടെ ലോക്കൽ സെക്രട്ടറിമാർ രാജിവെച്ച് പോകുന്ന അവസ്ഥ. നേരത്തെ കഴിഞ്ഞ തവണ NK പ്രേമചന്ദ്രന് ഭൂരിപക്ഷം നേടിക്കൊടുത്ത നീണ്ടകര പഞ്ചായത്തും അതോടൊപ്പമുള്ള പന്മന പഞ്ചായത്തും, ഈ 2 പഞ്ചായത്തുകളിലും പ്രശ്നമുണ്ട്. തെക്കുംഭാഗം പന്മന പഞ്ചായത്ത് ഇപ്പോൾ LDF-ന്റെ കയ്യിലാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ ശതമാനത്തെ ഇടതുപക്ഷം വിലയിരുത്തുന്നത്. പക്ഷേ ആ ഒരു കണക്ക് നിൽക്കുമ്പോഴും UDF പറയുന്നത് അവരുടെ ഒരു കണക്ക് കൂട്ടൽ കൊല്ലം മണ്ഡലത്തിൽ അവിടെ വോട്ട് കുറഞ്ഞാൽ കൊല്ലം മണ്ഡലത്തിൽ അത് തിരിച്ചു പിടിക്കാനാകുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കൊല്ലം മണ്ഡലത്തിലെ വർധനവ് 2.19% വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ചടയമംഗലം, ചാത്തന്നൂർ, പുനലൂർ എന്നീ മണ്ഡലങ്ങളിൽ ഈ LDF-ന് മേൽക്കൈ ഉണ്ടാക്കാനായി വലിയ രീതിയിലുള്ള വർധനവ് ഇത്തവണയും ഉണ്ടായിട്ടുണ്ട്. അത് തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഇടതുപക്ഷം കണക്കുകൂടുന്നത്. അവിടെയുള്ള വോട്ടുകൾ ഭദ്രമാണെന്ന് തന്നെ ഇടതുപക്ഷം കണക്കുകൂടുന്നു. കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ കണക്ക് പ്രകാരം 30,000-ലധികം വോട്ടുകൾ പലയിടത്തും ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് കുറഞ്ഞ സമയപ്രശ്നമുണ്ട്. നമുക്ക് ഷോ അവസാനിപ്പിക്കാൻ നേരമായിരിക്കുന്നു. ബിനിൽ ചൂണ്ടിക്കാണിക്കുന്ന പോലെ 7 മണ്ഡലത്തിലും ലെഫ്റ്റിന്റെ MLA-മാരുണ്ട്. അവർക്ക് നല്ല പ്രതീക്ഷയുണ്ട്. വലിയ പോരാട്ടം എന്തായാലും അവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ NK പ്രേമചന്ദ്രൻ്റെ ചില പ്രതികരണം കേട്ടാൽ തന്നെ വലിയ തരത്തിലുള്ള പോരാട്ടം നടന്നിട്ടുണ്ട്, പ്രവചനാതീതമായ മത്സരം നടന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അവിടുത്തെ സാഹചര്യം. പക്ഷേ ഇടതുപക്ഷം അവിടെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നു. സിറ്റിംഗ് മണ്ഡലമാണ്. പ്രേമചന്ദ്രൻ്റെ ജനകീയത ഒക്കെ ഉപകാരപ്പെടുത്തി വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് UDF-ൻ്റെയും പ്രതീക്ഷ. അതായത് നമുക്ക് കാത്തിരിക്കുക തന്നെ വേണം. കൂടുതൽ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങൾ വരുന്ന മണിക്കൂറുകളിലും ഒക്കെ തന്നെ ദിവസങ്ങളിലും നമുക്ക് ഉണ്ടാവുകയും വേണം. ഇന്ന് ന്യൂസ് തിയേറ്റർ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. നമസ്കാരം.